നമസ്കാരം. മഴ തോരും മുമ്പേ സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മളെല്ലാവരും കാത്തിരിക്കുകയാണ് കേട്ടോ സ്റ്റാൻലി ജോസഫിനെ. കളപ്പുരയ്ക്കൽ ഔതക്കുട്ടി മകൻ സ്റ്റാൻലി ജോസഫ്. അടുത്ത ആഴ്ചത്തെ എപ്പിസോഡിൽ തന്നെ സ്റ്റാൻലിയുടെ രംഗപ്രവേശമുണ്ട്. അതോടൊപ്പം നമ്മുടെ അലീനയെ സ്റ്റാൻലിയുടെ അടുത്ത് കൊണ്ടാക്കാൻ പോവുകയാണ് ബാലചന്ദ്രൻ. അങ്ങനെ ബാലചന്ദ്രൻ ചെന്ന് സ്റ്റാൻലിയെ കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഭയങ്കര കർക്കശക്കാരനായ സ്റ്റാൻലി ആദ്യം അതിനോട് അടുക്കുന്നില്ലെങ്കിലും പിന്നീട് സ്റ്റാൻലി ആലോചിച്ചൊക്കെ വരുമ്പോഴേക്കും സ്വന്തം മകളെ കാണാൻ വേണ്ടി വെമ്പുന്ന ഒരു മനസ്സ് സ്റ്റാൻലിക്കുണ്ട് കേട്ടോ. ബാലചന്ദ്രനാണെ വന്നിട്ട് ആ വിവരമൊന്നും അലീനയോട് പറയുന്നില്ല. എവിടെയോ കൊണ്ടാക്കാൻ പോകുന്നു, സുരക്ഷിതമായ കൈകളിലായിരിക്കും എന്ന് മാത്രം പറയുന്നു കേട്ടോ. പക്ഷെ സ്വന്തം അച്ഛൻ്റെ അടുത്തേക്കാണ് അലീന പോകാൻ പോകുന്നതെന്നുള്ള വിവരം അലീനയ്ക്ക് അറിയില്ല. അതേസമയം സ്റ്റാൻലിക്കാണെങ്കിൽ ഇരുന്നിട്ട് ഇരിപ്പ് ഉറയ്ക്കാതെ അലീനയെ വിളിച്ച് സംസാരിക്കുകയാണ് കേട്ടോ. ആ ഒരു വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നല്ല അടിപൊളി എപ്പിസോഡാണ് വരാൻ പോകുന്നത്. അതുകൊണ്ട് നമ്മുടെ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ആരും മറക്കല്ലേ. അങ്ങനെ ബാലചന്ദ്രൻ തീരുമാനിക്കുകയാണ് അലീന പോകുന്നെങ്കിൽ പോയിക്കോട്ടെ എന്ന്. കാരണം എന്താണെന്ന് വെച്ചാൽ വൈജ തിരികെ വരാൻ തയ്യാറാകുന്നില്ല. മക്കളൊക്കെ ചെന്ന് വിളിച്ചിട്ട് പോലും വൈജ തിരിച്ചു വരുന്നില്ല. അലീന ഉള്ള വീട്ടിലേക്ക് താൻ വരില്ല എന്ന് തന്നെയാണ് വൈജ പറയുന്നത്. അങ്ങനെയുള്ളപ്പം അലീന തന്നെ പറയുന്നുണ്ട്, അച്ഛാ ഞാൻ പോയിക്കോളാം, ഞാൻ എങ്ങോട്ടെങ്കിലും പോയിക്കോളാം, ഇനി ഇവിടെ നിൽക്കുന്നില്ല, ആൻറ്റി ഇങ്ങോട്ട് വരട്ടെ എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോഴേക്കും ബാലചന്ദ്രൻ ആദ്യമൊക്കെ പറയുന്നുണ്ട്, വേണ്ട മോളെ നീ പോകണ്ടെന്ന് പറയുക. പക്ഷെ പിന്നീട് അലീന നിർബന്ധപൂർവ്വം പറയുന്നുണ്ട്, ഇല്ല ഞാൻ പോയിക്കോളാം എന്ന് പറയാണ്. നിങ്ങളുടെ ഇടയിൽ ഞാനൊരു പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കുന്നില്ല എന്ന് പറയുമ്പം ബാലചന്ദ്രനും അതങ്ങ് സമ്മതിക്കുക. അതേസമയം നമ്മുടെ കൃഷ്ണജയും ബാബിതയും രോഹിത്തും ഒക്കെ ഭയങ്കര ടെൻഷനില്ല. അലീന പോകുന്നെന്ന് കേട്ടപ്പോൾ തന്നെ അവർക്കൊക്കെ നല്ല ടെൻഷനായിട്ടുണ്ട്. അവരൊന്നും ബാലചന്ദ്രനോട് ചോദിക്കുന്നുണ്ട്, എന്താ അച്ഛ ഈ പറയുന്നത്, അലീന ചേച്ചി പോയിക്കോട്ടെ എന്നോ, അച്ഛൻ എന്തിനാ ഇത് സമ്മതിച്ചത്, ഇത്രയും നാളും അലീന ചേച്ചിയെ ചേർത്ത് നിർത്തിയത് അച്ഛനല്ലേ, എന്നിട്ടിപ്പോൾ അലീന ചേച്ചി ഇവിടുന്ന് പറഞ്ഞു വിടാൻ അച്ഛൻ കൂട്ടു നിൽക്കുകയാണോ എന്ന് ചോദിക്കുക. അപ്പം ബാലചന്ദ്രൻ പറയാണ്, അത് അവളുടെ ഇഷ്ടമല്ലേ, അവൾക്ക് പോകണമെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മളിവിടെ പിടിച്ചു നിർത്തേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുക. അപ്പം ബബിത ചോദിക്കുന്നുണ്ട്, അതെന്താ അച്ഛാ, അമ്മ പിണങ്ങിപ്പോയതുകൊണ്ട് അലീന ചേച്ചി ഇവിടുന്ന് പോകണമെന്ന് നിർബന്ധമുണ്ടോ, അമ്മയ്ക്ക് വരാൻ ഇഷ്ടമില്ലെങ്കിൽ വരണ്ട, അലീന ചേച്ചി ഇല്ലാത്ത വീട്ടിലേക്ക് അമ്മ വരുവുള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനൊക്കെ നിന്ന് കൊടുക്കേണ്ട കാര്യമുണ്ടോ അച്ഛാ എന്ന് ചോദിക്കുക. അപ്പോൾ കൃഷ്ണമോളും പറയാ, അതെ അച്ഛാ, അലീന ചേച്ചി ഈ വീട്ടിൽ നിന്ന് പോയാൽ ശരിയാവില്ല, ഞങ്ങൾക്കെല്ലാം താങ്ങും തണലും എല്ലാം അലീന ചേച്ചിയായിരുന്നു, ഇനിയിപ്പം അലീന ചേച്ചി ഈ വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടിട്ട് അമ്മ ഇങ്ങോട്ട് വരണ്ട, അമ്മയുടെ തന്നിഷ്ടത്തിന് അവിടെ നിൽക്കട്ടെ, ഞങ്ങളെ സ്നേഹം എന്താണെന്ന് അറിഞ്ഞത് അലീന ചേച്ചിയിൽ നിന്നാ, അല്ലാതെ അമ്മ ഞങ്ങളെ മനസ്സ് തുറന്നൊന്നും സ്നേഹിച്ചിട്ടേ ഇല്ല. അപ്പം രോഹിത്തും പറയാം, ശരിയാ അച്ഛാ, അലീന ചേച്ചിയാണ് എൻ്റെ ജീവിതം തിരികെ തന്നത്, ഇല്ലെങ്കിൽ ഇപ്പം എനിക്ക് എന്തൊരവസ്ഥയാകുമായിരുന്നെന്ന് അച്ഛൻ അറിയാമായിരുന്നല്ലോ. ഞാൻ വീണ്ടും കോളേജിൽ പോകാനും എൻ്റെ മാനസിക നില നേരെയാവാനും എല്ലാം കാരണം അലീന ചേച്ചിയാ, എന്നെ നേർവഴിക്ക് നയിച്ചതും അലീന ചേച്ചിയാ, ഇല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ഏതെങ്കിലും ജയിലിലോ അല്ലെങ്കിൽ ഒരു മാനസികാരോഗ്യ കേന്ദ്രത്തിലോ എവിടെയെങ്കിലും കിടന്നു പോയേനെ. അങ്ങനെയുള്ള അലീന ചേച്ചി ഞങ്ങളെല്ലാം സ്നേഹിച്ചു, ഞങ്ങളും തിരികെ സ്നേഹിച്ചു തുടങ്ങി, ഇനിയിപ്പം അച്ഛനും കൂടി കൂട്ടു നിന്നാലോ, അലീന ചേച്ചിയോട് പോകണ്ടെന്ന് പറയച്ചാ. അപ്പം ബാലചന്ദ്രൻ പറയാം, ഇല്ല ഞാൻ അങ്ങനെ പറയില്ല, കാരണം അലീന പോയിക്കോട്ടെ, എന്തിനാ അവളിവിടെ നിൽക്കുന്നത്, അവൾക്ക് സന്തോഷം ഉണ്ടാവട്ടെ, നമ്മുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി അവളെ ഇവിടെ പിടിച്ചു നിർത്താൻ പറ്റില്ല. ഇത്രയും നാളും തന്നെ അവളിവിടെ നിന്നപ്പോഴും വൈജയുടെ വായിൽ നിന്ന് എന്തെല്ലാം കുത്തുവാക്കുകളാണ് അവൾ കേട്ടത്. ഇനിയും ഇപ്പം അവളിവിടെ നിന്ന വൈജ അത് അംഗീകരിക്കില്ല, അതുകൊണ്ട് അവൾ പോയിക്കോട്ടെ, നമ്മൾ ഇനിയും നമ്മുടെ താല്പര്യങ്ങൾക്ക് അവളെ പിടിച്ച് നിർത്തണ്ടെന്ന് പറയാം. അത് അവർക്ക് 3 പേർക്കും ഇഷ്ടമായില്ല കേട്ടോ. ആകെ നല്ല വിഷമത്തിൽ അവരൊക്കെ അങ്ങ് പോവാണ്. അതിനൊക്കെ ശേഷം ബാലചന്ദ്രൻ സ്റ്റാൻലി ജോസഫിനെ അന്വേഷിച്ച് പോകുന്നുണ്ട് കേട്ടോ. പുനലൂർ ചെന്ന് സ്റ്റാൻലിയെ കണ്ട് കാര്യങ്ങളൊക്കെ ബോധിപ്പിക്കാനായിട്ടാണ് കേട്ടോ ബാലചന്ദ്രൻ പോകുന്നത്. അങ്ങനെ ബാലചന്ദ്രൻ പുനലൂർക്ക് യാത്ര പുറപ്പെടുകയാണ്. അവിടെ ചെന്ന് സ്റ്റാൻലിയുടെ കളപ്പുരയ്ക്കൽ വീട്ടിലെത്തുന്നുണ്ട്. കളപ്പുരയ്ക്കൽ വീട്ടിലെത്തി എല്ലാ വിവരങ്ങളും സ്റ്റാൻലിയോട് പറയണമെന്നും വൈജയുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് ചോദിക്കണമെന്നും അതുപോലെ അവരുടെ ബന്ധത്തിലുണ്ടായ അലീന എന്ന് പറയുന്ന കുട്ടി തൻ്റെ കൂടെ ഉണ്ടെന്നും അവളെ താൻ ഇവിടെ കൊണ്ട് ഏൽപ്പിക്കാൻ പോകുകയാണെന്നും സുരക്ഷിതമായി അവളെ നോക്കണമെന്നും സ്റ്റാൻലിയോട് പറയണം. എല്ലാ സത്യങ്ങളും വിളിച്ചു പറയാൻ ഉറച്ചാണ് കേട്ടോ ബാലചന്ദ്രൻ ഇറങ്ങുന്നത്. ഒരു പോരാളിയെപ്പോലെ തന്നെ രണ്ടും കൽപ്പിച്ച് ഇറങ്ങാണ്. എന്തായാലും നെടുമ്പുരയ്ക്കിൽ നിന്ന് പോയി കഴിഞ്ഞാലും അലീന നല്ല സന്തോഷവതിയായിട്ട് സ്റ്റാൻലിയുടെ കൂടെ ജീവിക്കണമെന്ന് ബാലചന്ദ്രൻ ആഗ്രഹിക്കുന്നുണ്ട്. അച്ഛനും അമ്മയും ഇല്ലാതെ ഇത്രയും നാളും ആ കുട്ടി ജീവിച്ചു.
ഇനി അമ്മയോടൊപ്പം കുറേ നാൾ ജീവിച്ചു. ആ കുട്ടിയുടെ ആഗ്രഹമായിരുന്നു അമ്മയെ ഒരു നോക്ക് കാണണമെന്നും അമ്മയോടൊപ്പം കുറച്ച് ദിവസങ്ങൾ ചെലവിടണമെന്നുമുള്ളത്. സത്യമൊന്നും വിളിച്ചു പറയാൻ അവൾ ആഗ്രഹിച്ചില്ല. വൈജിയോടൊപ്പം അവൾ ഇത്രയും നാളും വന്ന് നിന്നെങ്കിലും വൈജിയിൽ നിന്ന് അവഗണനയും ചീത്തയും മാത്രമേ അവൾ കേട്ടിട്ടുള്ളൂ. എന്തെല്ലാം മോശമായ വർത്തമാനങ്ങളാണ് വൈജ അവളോട് പറഞ്ഞത്. അതൊക്കെ സഹിച്ചും ആ കുട്ടി ഇവിടെ നിന്നു. ഇനിയിപ്പോൾ അവൾ അത് സഹിക്കേണ്ട കാര്യമില്ല. അവൾ അവളുടെ അച്ഛൻ്റെ കൂടെ പോയി സന്തോഷത്തോടെ ജീവിക്കട്ടെ എന്ന് ബാലചന്ദ്രൻ വിചാരിക്കുകയാണ്. അങ്ങനെ കളപ്പുരക്കിലെത്തി ഔതക്കുട്ടിച്ചായനെ കാണുകയാണ് കേട്ടോ. ഔതക്കുട്ടിച്ചായനെ കണ്ടിട്ട് ചോദിക്കുന്നുണ്ട്, ഇത് സ്റ്റാൻലി ജോസഫിൻ്റെ വീടല്ലേ? നിങ്ങളുടെ മോനല്ലേ സ്റ്റാൻലി എന്ന് ചോദിക്കുക. അപ്പം കളപ്പുരക്കിൽ ഔതക്കുട്ടിച്ചായൻ പറയുന്നുണ്ട്, അതെ, നിങ്ങൾ ഉദ്ദേശിക്കുന്നത് റിട്ടയർഡ് കേണൽ സ്റ്റാൻലി ജോസഫ് ആണെങ്കിൽ അതെൻ്റെ മോൻ തന്നെയാണ് എന്ന് പറയുകയാണ് കേട്ടോ. അങ്ങനെ വളരെ ഒരു വലിയ അന്തരീക്ഷമാണ്. വളരെ ഒരു ഹീറോ ലുക്കിങ്ങിലാണ് നമ്മുടെ സ്റ്റാൻലി ജോസഫ്. പ്രൗഢിക്ക് ഒട്ടും കുറവില്ലാത്ത ഒരു മനുഷ്യൻ, കർക്കശക്കാരനായ ഒരു മനുഷ്യൻ, എന്തിനും ഏതിനും ശാഠ്യങ്ങളും വാശിയും ഒക്കെയുള്ള കർക്കശക്കാരനായ ഒരാളാണ് സ്റ്റാൻലി ജോസഫ്. സ്റ്റാൻലി ജോസഫിനാണെങ്കിൽ കുറച്ചധികം പട്ടികളും ഉണ്ട് കേട്ടോ. കുറേയധികം നായ്ക്കൾ വളർത്തുന്നുണ്ട്. തൂക്കും ഒക്കെ ആയിട്ട് നടക്കുന്ന ആ ഒരു റിട്ടയർഡ് കേണൽ തന്നെയാണ് കേട്ടോ സ്റ്റാൻലി. സ്റ്റാൻലിയെ കാണാൻ വേണ്ടി പോവുകയാണ് ബാലചന്ദ്രൻ. സ്റ്റാൻലിയുടെ അടുത്ത് എത്തുകയാണ് ബാലചന്ദ്രൻ. എന്നിട്ട് സ്റ്റാൻലിയോട് പറയുന്നുണ്ട്, സ്റ്റാൻലി ജോസഫ് അല്ലേ എന്ന് ചോദിക്കുമ്പം സ്റ്റാൻലി പറയാ, അതെ, റിട്ടയർഡ് കേണൽ സ്റ്റാൻലി ജോസഫാണ് ഞാൻ. നിങ്ങൾ ആരാണ് എന്ന് ചോദിക്കുകയാണ്. കുറച്ചധികം നായ്ക്കൾ ചുറ്റുമുണ്ട് കേട്ടോ. അതുപോലെ ഒരു വല്ലാത്ത അന്തരീക്ഷം. സ്റ്റാൻലിയുടെ മുഖം കണ്ടപ്പോൾ തന്നെ ബാലചന്ദ്രന് മനസ്സിലായി ഇയാളൊരു കർക്കശക്കാരൻ തന്നെയാണ് എന്ന്. അങ്ങനെ സ്റ്റാൻലിയുടെ അടുത്തേക്ക് ഇന്ന് ബാലചന്ദ്രൻ പറയാണ്, ഞാൻ ബാലചന്ദ്ര മേനോൻ, ഞാൻ പാലായിൽ നിന്നാണ് വരുന്നത് എന്ന് പറയാണ്. അപ്പോഴേക്കും സ്റ്റാൻലി ചോദിക്കുന്നുണ്ട്, അല്ല എന്താ വന്നതിൻ്റെ ഉദ്ദേശം എന്ന് ചോദിക്കുക. അപ്പോൾ ബാലചന്ദ്രൻ കാര്യങ്ങളൊക്കെ പറയാണ് കേട്ടോ. വൈജയുമായിട്ട് ആഗ്രയിൽ വച്ചുണ്ടായിരുന്ന ബന്ധത്തെക്കുറിച്ച് സ്റ്റാൻലിയോട് നേരെ തന്നെ ചോദിക്കുകയാണ് ബാലചന്ദ്രൻ. സ്റ്റാൻലി അല്പനിമിഷം ഒന്ന് സ്തബ്ധനായി പോവാണ്. വൈജ എന്ന് കേൾക്കുമ്പം സ്റ്റാൻലിക്കാകെ തലയിലൂടെ എരച്ച് കയറുന്ന പോലെ തോന്നുകയാണ് കേട്ടോ. തന്നെ ഈ അവസ്ഥയിലാക്കിയത് വൈജയും അവളുടെ വീട്ടുകാരുമാണെന്ന് സ്റ്റാൻലി ഉറച്ചു വിശ്വസിക്കുകയാണ്. തന്നെ മരണത്തിലേക്ക് തള്ളിവിടാൻ തയ്യാറായവരാണ് വൈജയുടെ വീട്ടുകാർ. വൈജിയെ ഞാൻ വിവാഹം കഴിക്കാൻ ഇരുന്നിട്ട് ആ വിവാഹം നടക്കാതിരിക്കാൻ വേണ്ടി തന്നെ കിടപ്പിലാക്കിയവരാണ്. വൈജ അന്ന് പൂർണ്ണ ഗർഭിണിയായിരുന്നു. അവൾ പ്രസവിച്ചെന്നും ആ കുഞ്ഞ് മരിച്ചു പോയെന്ന് പറഞ്ഞു. പിന്നീട് അവളെ ബാലചന്ദ്രമേനോൻ എന്നൊരാൾ വിവാഹം കഴിച്ചെന്ന് പറഞ്ഞു. ആ ബാലചന്ദ്രമേനോനാണോ നിങ്ങൾ എന്ന് ചോദിക്കുകയാണ്. അപ്പം ബാലൻ പറയാണ്, അതെ, ആ ബാലചന്ദ്രമേനോനാണ് ഞാൻ എന്ന് പറയാം. അപ്പോൾ ഉടനെ സ്റ്റാൻലി ചാടി എണീറ്റിട്ട് ചോദിക്കുക, അല്ല നിങ്ങളെന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നത്? നിങ്ങൾ ഭാര്യയുടെ പഴയ കാമുകനെ തേടി എത്തിയതാണോ? എന്താണ് നിങ്ങളുടെ ഉദ്ദേശം എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഉടനെ ബാലചന്ദ്രമേനോൻ പറയാണ്, അതെ, ഞാൻ നിങ്ങളെ തേടി വന്നതാ, എൻ്റെ ഭാര്യയുടെ പഴയ കാമുകനെ. അത് മാത്രമല്ല എൻ്റെ ഉദ്ദേശം. എൻ്റെ ഉദ്ദേശം നിങ്ങൾ ഉദ്ദേശിക്കുന്നതല്ല എന്ന് പറയാണ്. അപ്പോൾ ചോദിക്കുകയാണ് സ്റ്റാൻലി ജോസഫ്, എന്താ കാര്യം ഇപ്പം ഇങ്ങനെ എന്നെ തേടി ഇവിടെ എത്താൻ? എന്താ കാര്യം? പഴയ കണക്കുകൾ തീർക്കാനാണോ? അപ്പോഴേക്കും ബാലചന്ദ്രമേനോൻ പറയാണ്, എന്ത് കണക്കുകൾ? എനിക്കൊരു കണക്കുകളും തീർക്കാനില്ല. പക്ഷേ പഴയത് ചിലത് കൂട്ടിച്ചേർക്കാനാണ് ഞാൻ വന്നത് എന്ന് പറയാം. മനസ്സിലായില്ല എന്ന് സ്റ്റാൻലി ജോസഫ് പറയുകയാണ്. അപ്പോൾ ബാലചന്ദ്രമേനോൻ കഥകളൊക്കെ പറയാണ് കേട്ടോ. വൈജ പ്രസവിച്ചതും വൈജയ്ക്ക് ഒരു പെൺകുട്ടി ഉണ്ടായതും അത് അനാഥാലയത്തിൽ വളർന്നതും അതിനുശേഷം അലീന തിരികെ തങ്ങളുടെ വീട്ടിലെത്തിയതും തൻ്റെ മോളാണെന്ന് പറഞ്ഞ് താൻ അവിടെ സ്വീകരിച്ചതും വൈജ അതിന് പലവിധ അർത്ഥങ്ങൾ കണ്ടെത്തിയതും ഇപ്പോൾ ആരുമില്ലാത്ത അവസ്ഥയിൽ എങ്ങോട്ട് പോകണമെന്നറിയാത്ത അവസ്ഥയിൽ അലീന നിൽക്കുകയാണെന്നുള്ള കാര്യവും പറയുകയാണ് കേട്ടോ. ഇത് കേൾക്കുമ്പം ഞെട്ടിപ്പോവാണ് സ്റ്റാൻലി ജോസഫ്. സ്റ്റാൻലി പറയാണ്, ഇല്ല, വൈജ പ്രസവിച്ച കുഞ്ഞ് മരിച്ചുപോയി. അവള് ആ ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ മരിച്ചുപോയി എന്ന് പറയാണ്. അപ്പോഴേക്കും സ്റ്റാൻലിയോട് ബാലചന്ദ്രമേനോൻ പറയാണ്, ഇതാര് പറഞ്ഞ കഥയാണ്? വൈജയുടെ വീട്ടുകാർ പറഞ്ഞതായിരിക്കും അല്ലേ? എന്നാൽ ഇപ്പോൾ താൻ ആ ഗംഗാധര മേനോനെ ഒന്ന് വിളിച്ച് ചോദിച്ചു നോക്ക്, വൈജ പ്രസവിച്ച കുഞ്ഞ് മരിച്ചിട്ടുണ്ടോയെന്ന്. വൈജ പ്രസവിച്ച കുഞ്ഞ് മരിച്ചിട്ടില്ല. നിങ്ങളുടെ കുഞ്ഞ് അലീന, അവൾ ഒരു അനാഥാലയത്തിലാണ് വളർന്നത്. ഇപ്പോൾ 24 വർഷങ്ങളായി. 23 വയസ്സായ അവൾ എൻ്റെ കൂടെ എൻ്റെ വീട്ടിലുണ്ട്. വൈജയ്ക്ക് അറിയില്ല അത് അവളുടെ സ്വന്തം മകളാണെന്ന്. എൻ്റെ മകളാണെന്ന് പറഞ്ഞിട്ടും അവൾ വിശ്വസിക്കുന്നില്ല. ആ കുട്ടിയെ എങ്ങോട്ടെങ്കിലും ഇറക്കി വിടാൻ എനിക്ക് മനസ്സ് വരുന്നില്ല. വൈജയ്ക്ക് അവളെ വീട്ടിൽ നിന്ന് പുറത്താക്കണം.
അതുകൊണ്ട് അവളുടെ അച്ഛൻ്റെ കരങ്ങളിൽ, ആ സുരക്ഷിതമായ കരങ്ങളിൽ ഏൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എന്ന് പറയുക. അപ്പോൾ ഒരു നിമിഷം സ്റ്റാൻലിക്ക് തലയിലൂടെ എന്തോ എരച്ചു പോകുന്ന പോലെ തോന്നുക. ഒരു നിമിഷം മിണ്ടാതെ നിൽക്കുമ്പോൾ ബാലചന്ദ്ര മേനോൻ വിളിക്കുകയാണ്, സ്റ്റാൻലി ജോസഫ്. ആ എന്താ എന്ന് ചോദിക്കുകയാണ്. അല്ല, നിങ്ങളുടെ മകൾ എൻ്റെ കൂടെയുണ്ട്, ഞാൻ അവളെ ഇവിടെ കൊണ്ടുവിടും, നിങ്ങൾ അവളെ സുരക്ഷിതമായി നോക്കണം, അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണെന്ന് പറയുക. അപ്പോൾ ഉടനെ സ്റ്റാൻലി ജോസഫ് ചോദിക്കേ, എൻ്റെ മകള് ജീവിച്ചിരിപ്പുണ്ടെന്നോ? 24 വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയി എന്ന് ഞാൻ കരുതിയ എൻ്റെ കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ടെന്നോ? അവൾ ഇത്രയും നാൾ ഒരു അനാഥാലയത്തിലാണ് വളർന്നതെന്നോ എന്ന് പറയുമ്പോൾ ബാലചന്ദ്ര മേനോൻ പറയാണ്, അതെ, സത്യങ്ങൾ ഇതൊക്കെയാണ്. ഇങ്ങനെയാണ് എൻ്റെ അടുത്ത് എത്തിപ്പെട്ടത് അലീന. അതുകൊണ്ട് തന്നെ നിങ്ങൾ അലീനയെ നോക്കണം. നിങ്ങൾക്ക് മുന്നിലേക്ക് ഞാൻ അവളെ കൊണ്ടുവിടും. വേറെ എങ്ങോട്ടും എനിക്ക് അവളെ വിടാനില്ല. അവളെ സുരക്ഷിതമായി നിങ്ങളുടെ അടുത്ത് ഏൽപ്പിക്കണം. അച്ഛൻ്റെയും അമ്മയുടെ ഒപ്പം ജീവിക്കുക എന്നുള്ളത് അവളുടെ ആഗ്രഹമാണ്. അത് സാധിച്ചു കൊടുക്കേണ്ടത് എൻ്റെ ആവശ്യമാണ് എന്ന് പറയാണ്. അപ്പോൾ സ്റ്റാൻലിയോട് പറയാണ്, ഞാനിവിടെ കൊണ്ടുവന്ന് വിടുമ്പോൾ നിങ്ങൾ സ്വീകരിക്കണമെന്ന് പറയുമ്പം സ്റ്റാൻലി പറയാം, ഇല്ല, ഞാൻ തീരുമാനിച്ചിട്ടില്ല, എനിക്ക് തീരുമാനിക്കാൻ കുറച്ച് സമയം തരണം, ഞാൻ നിങ്ങളെ വിളിക്കാം എന്ന് പറയാണ്. ശരി, ആയിക്കോ, നിങ്ങളുടെ തീരുമാനം എന്താണെന്ന് വെച്ചാൽ എന്നെ അറിയിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങുകയാണ് ബാലചന്ദ്രൻ. അങ്ങനെ തിരിച്ച് എത്തുകയാണ് കേട്ടോ ബാലചന്ദ്രൻ. തിരിച്ചെത്തി കഴിയുമ്പോഴേക്കും മക്കളെല്ലാവരും ചോദിക്കുന്നുണ്ട്, അച്ഛൻ എവിടെ പോയതാ? പക്ഷേ അതിനൊരു മറുപടി പറയാൻ ബാലചന്ദ്രൻ കാത്തു നിൽക്കുന്നില്ല. അലീന പോകുന്നതിൻ്റെ വിഷമത്തിലാണ് കേട്ടോ എല്ലാവരും. അലീനയും വന്നിട്ട് ചോദിക്കുന്നുണ്ട്, അച്ഛൻ എവിടെ പോയതാ? അല്ല, എന്നെ എങ്ങോട്ട് കൊണ്ടുവിടാനാ അച്ഛൻ ഉദ്ദേശിക്കുന്നത്? അല്ല, എന്നോട് പറഞ്ഞില്ലല്ലോ. അപ്പോൾ ഉടനെ ബാലചന്ദ്രൻ പറയാണ്, ഇപ്പം ഞാൻ നിന്നോട് അതൊന്നും പറയില്ല, പക്ഷേ നിന്നെ ഒരു സുരക്ഷിതമായ കൈകളിലാണ് ഞാൻ ഏൽപ്പിക്കുകയുള്ളൂ. അതെവിടെയാണെന്നുള്ള കാര്യം അത് ആ സമയത്ത് നീ അറിയും. ഇപ്പം നീ അറിയില്ല മോളെ എന്ന് പറയാണ്. ശരി, അങ്ങനെ ആയിക്കോട്ടെ, ഞാൻ പോകാനുള്ള ഒരുക്കങ്ങളൊക്കെ നടത്താം എന്ന് പറയാണ്. അപ്പോഴാണ് കേട്ടോ നമ്മുടെ മനു അലീനയെ വിളിക്കുന്നത്. മനു വിളിച്ചിട്ട് അലീനയോട് ചോദിക്കുന്നുണ്ട്, അലീനെ, നീ പോകാൻ തന്നെ തീരുമാനിച്ചോ? എന്തിനാ നീ ഇപ്പം പോകുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അലീന പറയുന്നുണ്ട്, അത് ഞാൻ പോകാൻ തന്നെ തീരുമാനിച്ചു. ഇവിടെ ഇനിയും ഞാനൊരു തടസ്സമായിട്ട് നിൽക്കുന്നില്ല. അമ്മ ഇങ്ങോട്ട് വരാൻ ഞാനൊരു തടസ്സമാവില്ല എന്ന് പറയാണ്. അപ്പം മനു പറയുന്നുണ്ട്, അതിനെന്താ, ആൻറ്റിയുടെ ഇഷ്ടത്തിന് എന്തെങ്കിലും ചെയ്യട്ടെ, അതിന് നീ എന്തിനാ പോകുന്നത്? നീ എന്നോട് പോലും പറഞ്ഞില്ല എങ്ങോട്ടാ പോകുന്നതെന്ന്. എങ്ങോട്ടാ നീ പോകുന്നതെന്നെങ്കിലും ഒന്ന് പറ എന്ന് പറയുക. അപ്പം അലീന പറയുന്നുണ്ട്, അതെനിക്കറിയില്ല, എങ്ങോട്ടാ ഞാൻ പോകുന്നതെന്ന് പോലും എനിക്കറിയില്ല. അച്ഛൻ എന്നെ എവിടെയോ സുരക്ഷിതമായ കൈകളിൽ കൊണ്ടേൽപ്പിക്കുമെന്നാ പറഞ്ഞത്. അതെവിടെയാണേലും അങ്ങോട്ട് ഞാൻ പോകും. അത് അങ്കിളും ഒന്നും നിന്നോട് പറഞ്ഞില്ലേ? ഇല്ല, എന്നോടൊന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുകയാണ് കേട്ടോ അലീന. അതിനുശേഷവും മനുവിന് വല്ലാത്ത പ്രയാസമാവുകയാണ്. മനു ആണെങ്കിൽ തിരിച്ച് വരികയാണ് കേട്ടോ. വന്നിട്ട് കോളിംഗ് ബെൽ അടിക്കുന്നുണ്ട്. അപ്പോഴേക്കും കൃഷ്ണജയാണ് കേട്ടോ വന്ന് വാതിൽ ഓർക്കുന്നത്. സാധാരണ കൃഷ്ണജ മനുവിനെ കാണുമ്പോൾ ഭയങ്കര സന്തോഷത്തോടെ സംസാരിക്കുന്നതാ. എന്നാൽ ആ നിമിഷം കൃഷ്ണജ, മനുവേട്ടാ വാ അകത്തേക്ക് എന്ന് മാത്രം പറയുന്നു. മനു അകത്തേക്ക് ചെന്ന് നേരെ ബാലചന്ദ്രൻ്റെ മുറിയിലേക്കാണ് കേട്ടോ ചെല്ലുന്നത്. എന്നിട്ട് ബാലചന്ദ്രനോട് ചോദിക്കുക, അങ്കിളെല്ലാം തീരുമാനിച്ചോ? എന്താ മനു എന്ന് ചോദിക്കുക. അല്ല, അങ്കിള് അലീനെ എവിടെയോ കൊണ്ടുവിടാൻ പോകുന്നെന്ന് പറഞ്ഞു. എവിടെയോ അവളെ കൊണ്ടുവിടുന്നത്? അവളിവിടെ നിന്നോളുകയല്ലേ? ആൻറ്റി വരാൻ വേണ്ടിയിട്ട് അങ്കിളും കൂടി ചേർന്ന് അലീനെ ഇവിടുന്ന് മാറ്റുകയാണോ എന്ന് ചോദിക്കുക. അപ്പം ബാലചന്ദ്രൻ പറയാണ്, അത് അവളെ ഞാൻ സുരക്ഷിതമായ ഒരു കൈകളിലാണ് ഏൽപ്പിക്കുന്നത്. അതോർത്ത് മനു ഒട്ടും വിഷമിക്കേണ്ടെന്ന് പറയുക. അപ്പം മനു പറയുന്നുണ്ട്, അങ്കിളെ, ആൻറ്റി വെറുതെ വാശി പിടിച്ച് അവിടെ നിൽക്കുകയാണ്. ആൻറ്റി ഇങ്ങോട്ട് വരുന്നില്ലെങ്കിൽ വരണ്ട. അതിൻ്റെ പേരിൽ അലീനെ ഇവിടുന്ന് മാറ്റാൻ പറ്റില്ലല്ലോ. അലീന ഇവിടെ നിൽക്കട്ടെ. അങ്കിള് തന്നെയല്ലേ സ്വന്തം മോളാണ് എന്ന് പറഞ്ഞ് അലീനെ ഇവിടെ നിർത്തിയത്. എന്നിട്ട് ഇപ്പം ഈ നിമിഷം അവളെ ഇവിടുന്ന് പറഞ്ഞു വിടുന്നത് എന്തിനാ? ഈ കുടുംബം ശിഥിലമായി പോകാതിരിക്കാനും എല്ലാവരെയും കൂട്ടിച്ചേർക്കാനും ഒക്കെ ശ്രമിച്ചത് അലീനയല്ലേ? എന്നിട്ടിപ്പം ബാലചന്ദ്രൻ പറയാം, മനു, നിന്റെ വികാരം എനിക്ക് മനസ്സിലാവും. പക്ഷേ അലീന തന്നെ എടുത്ത തീരുമാനമാണ് അവൾ ഇവിടുന്ന് പോകുക എന്നുള്ളത്. അപ്പോഴേക്കും ഉടനെ പറയാം, അങ്കിൾ, ആൻറ്റി ഒരു തീരുമാനം എടുത്താൽ ആൻറ്റി കേസ് കൊടുക്കാൻ പോകുന്നെന്നൊക്കെ പറഞ്ഞു. ആൻറ്റി കേസ് കൊടുത്താലും ഇന്ന് ആൻറ്റിയുടെ കൂടെ നിൽക്കാൻ ആരുമില്ല. സ്വന്തം സഹോദരങ്ങളോ വീട്ടിലുള്ളവരോ ഒന്നും ആൻറ്റിയുടെ ഒപ്പം നിൽക്കില്ല. എന്തിനും സ്വന്തം മക്കൾ പോലും നിൽക്കില്ല. പിന്നെ ആൻറ്റി അങ്ങനെ ഒരു കേസ് കൊടുത്താലും അങ്കിളിന് അതല്ല എന്ന് വാദിച്ചൂടെ? അങ്ങനെയാവുമ്പം അങ്കിൾ തന്നെയല്ലേ വിജയം. ആൻറ്റി തിരികെ ഇങ്ങോട്ട് വന്നോളും ഈ വാശിയൊക്കെ കളഞ്ഞ്. ഈ ആൻറ്റിയുടെ വാശിക്ക് കൂട്ടുനിന്ന് അലീനെ ഇവിടെ ഒന്ന് പറഞ്ഞു വിടുക എന്ന് പറഞ്ഞാൽ അങ്കിൾ തോറ്റു പോകുന്നതിന് തുല്യല്ലേ എന്ന് ചോദിക്കുക. അപ്പോൾ ബാലചന്ദ്രൻ പറയാം, അതൊക്കെ അങ്ങനെയായിരിക്കും മനു. അതുകൊണ്ട് മാത്രമല്ല അലീനയോട് ഇവിടുന്ന് പോയിക്കോളാൻ ഞാൻ പറഞ്ഞത്. അലീനയെ ഇനിയും ഇവിടെ പിടിച്ചു നിർത്തുന്നത് നമ്മുടെ സ്വാർത്ഥതയല്ലേ? അവളിവിടെ നിന്ന് വൈജയിൽ നിന്ന് എന്തെല്ലാം മോശമായ അനുഭവങ്ങൾ അവൾക്കുണ്ടായി. അവൾ സഹിക്കാവുന്നതിൻ്റെ പരമാവധി വൈജയിൽ നിന്ന് സഹിച്ചില്ലേ?
ഇനിയും അവളിവിടെ നിന്ന് അതൊക്കെ കേൾക്കണമെന്നാണോ മനു പറയുന്നത്? അതിൻ്റെ ആവശ്യമില്ല. അലീന സുരക്ഷിതമായ കൈകളിലേക്കാണ് പോകുന്നത്. അവൾ പോട്ടെ, അവളും സന്തോഷമായിട്ട് ജീവിക്കട്ടെ. അല്ലാതെ വൈജയ്ക്ക് വേണ്ടിയിട്ട് ഇനിയും വൈജ ഇങ്ങോട്ട് തിരികെ വന്നാൽ അലീനയ്ക്ക് സ്വസ്ഥത ഉണ്ടാവില്ല ഒരിക്കലും. അതുകൊണ്ട് ഞാൻ ആലോചിച്ചപ്പം ഇപ്പം ഇത് തന്നെയാണ് ശരിയെന്ന് തോന്നി. നമ്മുടെ മാത്രം ആഗ്രഹങ്ങളും വാശികളും ഒന്നും നടന്നാൽ പോരല്ലോ, മറ്റുള്ളവരുടെ കൂടെ നടക്കണ്ടേ? വൈജ അവളിനി ഇവിടുന്ന് മാറി നിന്നാലും സമാധാനം ഉണ്ടാവില്ല. ഞങ്ങളുടെ ജീവിതം നശിക്കാൻ കാരണമായത് അവളാണെന്നുള്ള തോന്നൽ അലീനയ്ക്ക് ഉണ്ടാവും. അത് അവളുടെ മനസ്സിനെ കുത്തി നോപ്പിക്കുമെന്നാണ് അവൾ പറഞ്ഞത്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ തീരുമാനിച്ചത്. ഇനി ഈ തീരുമാനത്തിന് മാറ്റമില്ല. ഞാൻ ഒരിടത്ത് അലീനയെ കൊണ്ടാക്കും എന്ന് പറയാം. അപ്പോൾ മനു ചോദിക്കുന്നുണ്ട്, എവിടെയാ അങ്കിൾ, എവിടെയെ കൊണ്ടാക്കുന്നത് നിങ്ങളും പറഞ്ഞൂടെ? അതൊക്കെ സമയമാകുമ്പോൾ ഞാൻ പറയൂന്നേ, പേടിക്കേണ്ട മനു എന്ന് പറയാണ്. ശരി, എല്ലാം അങ്കിളുടെ ഇഷ്ടം പോലെ ആകട്ടെ എന്നും പറഞ്ഞ് മനു അവിടുന്ന് യാത്ര പറഞ്ഞിറങ്ങി പോവാണ് കേട്ടോ. അതേസമയം ബാലചന്ദ്രൻ ഭയങ്കര വിഷമാവുകയാണ്. അലീന പോകുന്ന ദിവസം അടുത്തടുത്ത് വരികയാണ്. അലീനയെ കൊണ്ട് സ്റ്റാൻലിയുടെ അടുത്ത് ആക്കാം എന്നൊക്കെ വിചാരിച്ചാൽ പോലും മനസ്സിൽ വിഷമം കയറിയിട്ട് വയ്യ. ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന സമയത്താണ് കേട്ടോ സ്റ്റാൻലിയുടെ ഫോൺ അടിക്കുന്ന കണ്ട് നോക്കുമ്പം സ്റ്റാൻലി ജോസഫ്. അത് കാണുമ്പോഴേക്കും ബാലചന്ദ്രന് ഒരു ഞെട്ടൽ വരികയാണ്. സ്റ്റാൻലി വിളിക്കുന്നു. എന്തിനാണാവോ വിളിക്കുന്നത്? അലീനയും കൊണ്ട് ചെല്ലാൻ പറയാനായിരിക്കും. ഉടനെ തന്നെ കൊണ്ടു ചെല്ലാൻ പറയാനായിരിക്കും. എന്തായാലും 2 ദിവസത്തിനുള്ളിൽ അലീന ഇവിടുന്ന് പോകും. ഓർക്കുമ്പോൾ തന്നെ നെഞ്ചിലൊരു വിങ്ങലാണ്. എന്നാലും ചെയ്യേണ്ട കാര്യങ്ങളും നടക്കേണ്ട കാര്യങ്ങളും ഒക്കെ നടക്കണ്ടേ? അതുകൊണ്ട് അവൾ പോട്ടെ എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചുകൊണ്ട് ഫോൺ എടുക്കുകയാണ്. ഫോൺ എടുക്കുമ്പോൾ സ്റ്റാൻലി പറയുന്നുണ്ട്, ബാലചന്ദ്രനല്ലേ? അതെ എന്ന് ബാലചന്ദ്രൻ പറയുമ്പം ഗൗരവത്തോടു കൂടി സ്റ്റാൻലി പറയാണ്, ഞാൻ കളപ്പുരയ്ക്കൽ സ്റ്റാൻലി ജോസഫാണെന്ന് പറയാണ്. അപ്പം ബാലചന്ദ്രൻ പറയാണ്, അതെ മനസ്സിലായി. അല്ല, എന്താ സ്റ്റാൻലി വിളിച്ചത് എന്ന് ചോദിക്കുമ്പോൾ സ്റ്റാൻലി പറയാ, അതെ ബാലചന്ദ്ര, എൻ്റെ മോൾ എവിടെയുണ്ട്? തൻ്റെ അടുത്തില്ലേ എന്ന് ചോദിക്കുക. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അലീന എൻ്റെ അടുത്ത് തന്നെയുണ്ട് എന്ന് പറയാണ്. അവളെ എനിക്ക് കാണണം ബാലചന്ദ്ര. ഞാൻ ഒരുപാട് ആലോചിച്ചു. മരിച്ചുപോയി എന്ന് കരുതി ഇത്രയും നാൾ ഇരുന്ന് എൻ്റെ കുഞ്ഞ് ഒരു അനാഥാലയത്തിൽ ജീവിക്കുന്നുണ്ടായിരുന്നെന്ന്. അവളെ ഒരു നോക്ക് പോലും കാണാൻ ഈ 24 വർഷവും എനിക്ക് സാധിച്ചില്ല. എനിക്കിപ്പോൾ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. അവളെക്കുറിച്ചുള്ള ചിന്തകൾ മാത്രമാണ് ബാലചന്ദ്ര എൻ്റെ മനസ്സിലുള്ളത്. പറയുമ്പോൾ സ്റ്റാൻലിയുടെ സൗണ്ട് ഇടറുന്നത് ബാലചന്ദ്രന് മനസ്സിലാവുന്നുണ്ടായിരുന്നു. ഒരച്ഛൻ്റെ വേദന അതാണ് ബാലചന്ദ്ര. ഇത് ആരുമില്ലാത്തവനായിട്ട് സ്റ്റാൻലി ഇരുന്നപ്പോഴും എൻ്റെ കുഞ്ഞ് ജീവനോടെ ഉണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. ഇപ്പോൾ ദിവസവും മദ്യപിച്ചിരുന്ന എനിക്ക് മദ്യപിക്കാൻ പോലും പറ്റുന്നില്ല. അവളുടെ ഓർമ്മകൾ എൻ്റെ നെഞ്ചിലേക്ക് തുളച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ അലീനയെ എനിക്ക് കാണണം. എത്രയും പെട്ടെന്ന് അലീനയെ ഇങ്ങോട്ട് കൊണ്ടുവരൂ. ഞാൻ അവളെ നോക്കിക്കോളാം. എൻ്റെ മോളല്ലേ അവള്. അവൾക്ക് വേണ്ട എല്ലാ സുഖ സൗകര്യങ്ങളും കൊടുത്ത് രാജകുമാരിയെ പോലെ ഞാൻ അവളെ ഇവിടെ നോക്കും. എനിക്ക് തരുമോ ബാലചന്ദ്ര അവളെ എന്ന് ചോദിക്കുക വിങ്ങി പൊട്ടിക്കൊണ്ട് സ്റ്റാൻലി. അപ്പോൾ ഉടനെ ബാലചന്ദ്രൻ പറയാണ്, തീർച്ചയായിട്ടും ഞാൻ അലീനയെ അങ്ങോട്ട് കൊണ്ടുവരും. സ്റ്റാൻലി വിഷമിക്കേണ്ട. ഇത്രയും നാളത്തെ കാത്തിരിപ്പിനൊരു അന്ത്യം ഉണ്ടാവും. പക്ഷേ അവൾ അറിഞ്ഞിട്ടില്ല സ്റ്റാൻലി അവളുടെ അച്ഛനാണ് എന്നുള്ള കാര്യം. അവളെ എങ്ങോട്ടാണ് കൊണ്ടുവരുന്നതെന്നും ഞാൻ അവളോട് പറഞ്ഞിട്ടില്ല. പക്ഷെ അവിടെ വന്ന് സ്റ്റാൻലിയെ നേരിൽ കാണുന്ന സമയത്ത് അവൾ അറിയണം സ്റ്റാൻലി അവളുടെ അച്ഛനാണെന്ന്. അത് സ്റ്റാൻലിയുടെ വായിൽ നിന്ന് തന്നെ അവൾ അറിയണം. ഞാൻ അവളോട് പറയില്ല. അപ്പം സ്റ്റാൻലി പറയാണ്, തീർച്ചയായിട്ടും ഞാൻ അവളോട് പറഞ്ഞോളാം. അവളുടെ അച്ഛനാണ് ഞാനെന്ന് ഞാൻ അവളോട് പറഞ്ഞോളാം. എത്രയും വേഗം എൻ്റെ കുഞ്ഞിനെ ഇങ്ങോട്ട് കൊണ്ടുപോവാ. എനിക്ക് അവളെ കാണാൻ കൊതിയായി എന്ന് പറയാണ്. എന്നിട്ട് ബാലചന്ദ്രനോട് പറയുന്നുണ്ട് സ്റ്റാൻലി, ബാലചന്ദ്ര ആ ഫോണൊന്ന് നമുക്ക് കൊടുക്കുമോ? അവളുടെ ശബ്ദമൊന്നും ഞാൻ കേട്ടോട്ടെ എന്ന് പറയുക. അപ്പോൾ ബാലചന്ദ്രൻ ഉടനെ അലീനയ്ക്ക് ഫോൺ കൊടുക്കുകയാണ്. എന്നിട്ട് അലീനയോട് പറയുന്നുണ്ട്, അലീനെ, ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ ദിവസം പുനലൂർ പോയപ്പം കണ്ട അങ്കിൾ, ആ അങ്കിളാ അത്. ആ അങ്കിളിനും പട്ടികളെ വളരെ ഇഷ്ടമാണ്. ഒരുപാട് പട്ടികളുണ്ട്. മോളോട് അതുകൊണ്ട് സംസാരിക്കണമെന്ന് എന്നോട് പറഞ്ഞു. മോക്കും പട്ടികളെ ഭയങ്കര ഇഷ്ടമല്ലേ? അതുകൊണ്ട് ദേ മോള് സംസാരിക്കേ എന്ന് പറഞ്ഞ് ഫോൺ കൊടുക്കുക അലീനയുടെ കയ്യിൽ. അലീന അപ്പോഴേക്കും ഹലോ അങ്കിൾ എന്ന് വിളിക്കുകയാണ്. അപ്പോൾ സ്റ്റാൻലിക്ക് മനസ്സിലൊരു കുളിര് കോരിയിടുന്ന പോലെ തോന്നുക തൻ്റെ മോളുടെ ശബ്ദം ആദ്യമായിട്ട് കേട്ടപ്പം. ഒരു നിമിഷം മിണ്ടാതിരുന്നിട്ട് സ്റ്റാൻലി ഹലോ, അപ്പോൾ അലീനയാ ഞാൻ എന്ന് പറയാണ്. അപ്പം സ്റ്റാൻലി ചോദിക്കുക, അലീനയോ? ആ മോളെ, മോളുടെ അച്ഛനെ ഞാൻ കണ്ട് പരിചയപ്പെട്ടായിരുന്നു. അപ്പം മോളോടൊന്ന് സംസാരിക്കണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഫോൺ കൊടുക്കാൻ പറഞ്ഞത്. അതേ അങ്കിൾ, അങ്കിളിന് പട്ടികളെ ഒരുപാട് ഇഷ്ടമാണെന്ന് അച്ഛൻ പറഞ്ഞു. അങ്കിളിന് ഒരുപാട് പട്ടികളൊക്കെ ഉണ്ടാവുമെന്ന് ചോദിക്കുക. അതെ മോളെ, എനിക്ക് പട്ടികളെ ഒരുപാട് ഇഷ്ടമാണ്. എനിക്ക് ഒരുപാട് പട്ടികളൊക്കെ ഉണ്ട് എന്ന് പറയാണ്. അപ്പോൾ അലീന പറയാം, ആഹാ, എനിക്ക് പട്ടികളെ ഭയങ്കര ഇഷ്ടമാണ്. അച്ഛൻ പറഞ്ഞു, അങ്കിളിൻ്റെ വീട്ടിൽ എത്ര പട്ടികൾ കാണും? കുറേ പട്ടികളുണ്ടോ? അപ്പോൾ ഉടനെ സ്റ്റാൻലി പറയാ, ഉണ്ട്, കുറേ പട്ടികളുണ്ട്. ഒരു 10-20 പട്ടികളെങ്കിലും ഉണ്ട്. 10-20 പട്ടികളോ? അത്രയും പട്ടികൾ അങ്കിളുടെ വീട്ടിലുണ്ട്? ഉണ്ട്.
അല്ലേ എനിക്ക് അവിടെ വന്ന് അവരെയൊക്കെ ഒന്ന് കാണണമെന്നുണ്ട്, അങ്കിളിനെയും കണ്ടാ കൊള്ളാമെന്നുണ്ട് എന്ന് പറയാം. അപ്പോൾ ഉടനെ സ്റ്റാൻലി പറയാം, തീർച്ചയായിട്ടും നീ ഇങ്ങോട്ട് വരണം, എന്നെ കാണാൻ വരണം എന്ന് പറയാണ്. അപ്പോൾ അലീന പറയാം, ശരി അങ്കിൾ, ഞാൻ അങ്കിളിനെ കാണാൻ വരാം, അതുകൊണ്ട് ദേ അച്ഛൻ്റെ കയ്യിലേക്ക് ഞാൻ ഫോൺ കൊടുക്കാം എന്നും പറഞ്ഞ് ബാലചന്ദ്രൻ്റെ കയ്യിലേക്ക് ഫോൺ കൊടുക്കുകയാണ് കേട്ടോ. ആ നിമിഷം സ്റ്റാൻലി ഞെട്ടിപ്പോവാണ്. സ്റ്റാൻലി അലീന കാണാൻ വരുന്നെന്ന് പറയുമ്പം സ്റ്റാൻലി പൊട്ടിക്കരയാണ് കേട്ടോ. ആ നിമിഷം ബാലചന്ദ്രൻ സ്റ്റാൻലി എന്ന് വിളിക്കുക. സ്റ്റാൻലി ശരി ബാലചന്ദ്ര എന്ന് വിങ്ങി പൊട്ടിക്കൊണ്ട് പറയുകയാണ് കേട്ടോ. എന്നിട്ട് ഫോൺ വെക്കുകയാണ്. അപ്പം ബാലചന്ദ്രൻ്റെ മനസ്സിലും ഒരു വിങ്ങിൽ വരികയാണ്. അലീന അവൾ പോവാണല്ലോ ഇവിടുന്ന്, എത്രയൊക്കെയാണെന്ന് പറഞ്ഞാലും അവളുടെ അച്ഛൻ്റെ അടുത്തേക്കാണ് പോകുന്നതെങ്കിൽ പോലും അവൾ അങ്ങോട്ട് പോകുമ്പോൾ മനസ്സിന് വല്ലാത്ത വിഷമം. ഇനി 1-2 ദിവസം കൂടി മാത്രമേ അലീന ഇവിടെ ഉള്ളൂ. അവളില്ലാതെ വരുന്നത് ആലോചിക്കാൻ പോലും പറ്റില്ല. പക്ഷേ ഇതൊക്കെ നടക്കേണ്ട കാര്യങ്ങൾ തന്നെയല്ലേ. അലീന അവളുടെ അച്ഛൻ്റെ അടുത്ത് എത്തേണ്ടതല്ലേ. അതുകൊണ്ട് എല്ലാം സഹിക്കുകയല്ല, നിവൃത്തിയില്ല. ഒരു നിമിഷം ആലോചിച്ച് പോവുക ബാലചന്ദ്രൻ, അലീനയൊന്നും പോകാതിരുന്നിരുന്നെങ്കിൽ എന്നൊക്കെ. സ്റ്റാൻലി ആണെങ്കിൽ അവിടെ നെടുവീർപ്പിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. തൻ്റെ മകൾ 2 ദിവസത്തിനുള്ളിൽ തിരികെ എത്തുമല്ലോ എന്നും അവളെ കാണാനും അവളുടെ ശബ്ദം കേൾക്കാനും ഒക്കെ ഒരുപാട് ആഗ്രഹിച്ച് സ്റ്റാൻലി ഇങ്ങനെ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പക്ഷേ കഥയറിയാതെ ആട്ടം കാണുകയാണ് അലീന. സ്വന്തം അച്ഛനോടാണ് സംസാരിച്ചതെന്ന് പോലും അലീനയ്ക്ക് മനസ്സിലാവുന്നില്ല. ആരോ ഒരാൾ എന്ന് മാത്രം അലീന മനസ്സിലാക്കുകയാണ്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്